ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എന്താ പറയുക, അൺബോക്സിങ് ഞാൻ തുറന്നു കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്താലോ എന്ന്. അപ്പോൾ ഞാൻ ഷീനിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു സൺഡേ ഒക്കെ ആയപ്പോൾ ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്കത് കിട്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തൊക്കെ ഐറ്റംസാണ് വാങ്ങിച്ചതെന്ന് കാണിക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഞാനൊരു ടോപ്പ് വാങ്ങിയിട്ടാണ്. ഹൈ നെക്ക് ഉള്ള ഒരു ടോപ്പാണ്. അത് ഹാഫ് സ്ലീവ്സ് ഉള്ളതാണ്. ഞാൻ കാണിച്ചത്. അപ്പോൾ അവരുടെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ബ്ലാക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും കൂടിയും സ്യൂട്ടബിൾ ആയിരിക്കുമല്ലോ. ഞാനിത് ഒരു പ്രാവശ്യം ഇട്ടു. കാണിച്ചു തരാം. പക്ഷെ നല്ലതാണ്, നല്ല ടോപ്പാണേ. അപ്പം ഞാനൊരു ടോപ്പ് മേടിച്ചു. നല്ല ബ്ലാക്ക്. ഇതിൻ്റെ പടം ഞാൻ താഴത്ത് കാണിക്കാം. ഈ ഒരു ടോപ്പ് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണത് അവിടെ ഐഷ്യൂ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ചത്, ഇതിൻ്റെയൊക്കെ പാക്കിങ് അടിപൊളിയായിരുന്നു. ഞാനൊരു മൊബൈൽ കവർ വാങ്ങിച്ചു. 2 എണ്ണം വാങ്ങിച്ചു കേട്ടോ. ഒരെണ്ണം ഇപ്പോൾ എൻ്റെ ഫോണിൽ കിടക്കുകയാണ്. അതൊരു റെഡ് കളറാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഫോട്ടോ ഞാൻ ഇട്ടിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ ഈ ഒരു സംഭവം, ഈ ഒരു ഫോൺ കവറും കൂടി വാങ്ങിച്ചു. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് 8 ദിർഹംസാണുള്ളൂ. ഈ ഒരു ഫോൺ കവറിന് നല്ലതാട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇട്ടേക്കുന്നതിന് 10 ദിർഹംസും. ഈ ഒരു ടോപ്പിന് 15 ദിർഹംസാണ്. ഓക്കെ, കാണുന്നുണ്ടോ? പിന്നെ ഞാൻ എന്താ വാങ്ങിച്ചേ, പിന്നെ ഞാനൊരു ക്യാപ്പ് വാങ്ങിച്ചു. കാണിച്ചു തരാം. എല്ലാത്തിൻ്റെയും പാക്കിങ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു ബ്ലാക്ക് ക്യാപ്പ് വാങ്ങിച്ചു. ഞാനിപ്പോൾ അത് ടൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ അടുത്തതായിട്ട് വാങ്ങിച്ചത് ഈ ഒരു ഹാൻഡ് ബാഗാണ് കേട്ടോ. ഇത് നല്ല ഹാൻഡ് ബാഗാണ്. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇതിൻ്റെ പടം കണ്ടപ്പോൾ വിചാരിച്ചു അത്ര വലിയ രസം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇത് നല്ല ഹാൻഡ് ബാഗാണ്. ഞാൻ മുന്നേ ഓഫീസിൽ പോകുമ്പോൾ ബാഗ്, അതുപോലെ തന്നെ കൊട, ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചിരുന്നൊരു കുഞ്ഞി ബാഗായിരുന്നു. അപ്പോൾ ആ ബാഗ്, പിന്നെ കയ്യിൽ കൊട ഉണ്ടാവും, പിന്നെ ലഞ്ച് ബോക്സിന് വെക്കണ മറ്റേ ബാഗ് ഉണ്ടാവും. കുറേ ബാഗുകൾ കൊണ്ടിട്ട് ഞാൻ പോവാം. എന്നിട്ട് എൻ്റെ ഓഫീസിലുള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കും, ഇതിനുള്ളതൊന്നും ശരീരത്തിൽ കാണുന്നില്ലല്ലോ ഒന്നും. പക്ഷെ അവർക്കറിയില്ലല്ലോ അത് ഫുള്ള് ഫുഡാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ബാഗിൽ ഒതുക്കി. ഇപ്പം ഈ ബാഗിൽ എനിക്കെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇത് നല്ല ബാഗാണ്. ഇതിന് 27 ദിർഹംസ് എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് 21 ദിർഹംസിന് കിട്ടി. അങ്ങനെ അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ ഷീൻസിൽ നിന്ന് മേടിച്ചത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ 149 പ്ലസ് ദിർഹംസിനാണ് നമ്മൾ മേടിക്കണതെങ്കിൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ലെസ് ദാൻ എമൗണ്ടിലാണ് നമ്മൾ വാങ്ങിക്കണതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എക്സ്ട്രാ ഫ്രീ ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ആലോചിക്കും, ആ ഷിപ്പിംഗ് ചാർജ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് അത്രയും എമൗണ്ട് വാങ്ങിക്കണതല്ലേ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക്, ഞാനിത് വലിച്ചു നീട്ടണമൊന്നുമില്ല, ചെറിയൊരു വീഡിയോ. അപ്പോൾ ഞാനിത് അൺബോക്സിങ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.